സ്ഥാനാർത്ഥിയില്ല. നമ്മൾ ചില ഈ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ, നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അപ്പോൾ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ്. ഇതര സംസ്ഥാനക്കാരനാന്ന് പറഞ്ഞ് ഇവിടെ വോട്ടുണ്ടാക്കി കൊടുക്കാന്ന് പറയുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം അപ്പുറത്തൊരു മുന്നണി നേരിടുക, വേറൊരു മുന്നണി ആദ്യമേ പറയാം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, ഞങ്ങൾ ആ CPM-നെ പിന്തുണച്ചോളാം എന്നൊരു പാർട്ടി പറയുന്നു. അതൊന്നും ചർച്ചയില്ല. ഞങ്ങൾക്ക് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട്. പുതുപ്പള്ളി പോലെ, തൃക്കാക്കര പോലെ, പാലക്കാടും ചേലക്കരയും വയനാടും പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി UDF-ൻ്റെതായിരിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ വിന്നബിലിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം. ആ വിന്നബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ് വരും. ഞാനത് കേട്ടിട്ടില്ല. UDF-ൻ്റെ പിന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകും. UDF-ൻ്റെ സ്ഥാനാർത്ഥി ആര് വേണമെന്ന് UDF തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി വരും. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDF-ഉം ഈ നാടും ഒന്നിച്ച് പ്രവർത്തിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങളും CPM-ഉം BJP-യും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുകച്ചവടം ഉണ്ടല്ലോ, ആ ഒത്തുകച്ചവടത്തെ പാലക്കാട് പരാജയപ്പെടുത്തിയതുപോലെ, ചേലക്കരയിൽ 3-1 വയനാട്ടിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതുപോലെ, പുതുപ്പള്ളിയും തൃക്കാക്കരയും പിടിച്ചെടുത്തതുപോലെ ഞങ്ങൾ നിലമ്പൂരിൽ പിടിച്ചു. അത് തന്റെ തർക്കമുള്ളത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഏതാ ഇപ്പം എന്താ അങ്ങേക്ക് എൻ്റെ വായിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ല അങ്ങൊരു കാര്യം ചെയ്യും, അങ്ങ് ഇപ്പം റിപ്പോർട്ടർ TV കൊടുത്തുവിടുന്ന കാർഡുകളൊന്നും എല്ലാവരും പറയുന്നൊന്നുമല്ലല്ലോ. നിങ്ങളൊരു കാർഡ് എൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞ് കൊടുത്ത് പ്രശ്നം തീർന്നില്ലേ? ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് മതേതരത്വ വോട്ടുകൾ മാത്രം മതി. സെക്യുലർ വോട്ടുകളാണ് ഞങ്ങളുടെ വോട്ടുകൾ. അതെല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നു സെക്യുലർ വോട്ടുകൾ മതി. ഏതാണ് ഒരു കാര്യം, അതായത് ഒരാൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? വർഗീയതയ്ക്കെതിരായിട്ടുള്ള, മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന, ജനാധിപത്യപരമായി നിലപാടെടുക്കുന്ന ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ മുൻ രാഷ്ട്രീയം വിട്ടിട്ട് അവർ കോൺഗ്രസിലേക്ക് വരിക എന്നതിൻ്റെ അർത്ഥം. അതിനെ കോൺഗ്രസ് എല്ലാ കാലത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശ്രീ സന്ദീപ് വാര്യർ RSSന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരിച്ച് വരികയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കമ്പോളത്തിലേക്ക്. അപ്പോൾ കോൺഗ്രസിന് നിലപാടെടുക്കാൻ പറ്റില്ല, നിങ്ങൾ ആ വർഗീയ ചേരിയിൽ തന്നെ നിന്നാൽ മതി, വർഗീയ ചേരി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് നിലപാട്. അല്ല, വർഗീയ ചേരിയിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ആ ചേരി വിട്ട് UDF-നും കോൺഗ്രസിനോട് ഒപ്പം ചേരണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ. ഈ വയനാട് ബന്ധപ്പെട്ടിട്ട് ഈ അമ്പലപ്പുഴ നിയോജകമണ്ഡലം പിടിച്ച 2.5 ലക്ഷം രൂപ സംസ്ഥാനം കൈമാറിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ചില മാധ്യമ സ്ഥാപനം സ്റ്റേറ്റ് സെക്രട്ടറി ഇതാണ് അത് പറയുന്നത്. റസീദ് കുറ്റി 100 രൂപയുടെ റസീദ് കുറ്റി അത് വാങ്ങിയിട്ട് റസീദ് കുറ്റിയോ പൈസയോ തരാതെ പോയ നേതാക്കളുണ്ട്. മുണ്ട് ചലച്ചിട്ട് മുണ്ട് വാങ്ങിയിട്ട് മുങ്ങി നോക്കുന്ന നേതാക്കൾ അറിഞ്ഞിരുന്നു. ഇല്ല, അങ്ങേക്കല്ലേ തന്നെ, എനിക്ക് തന്നില്ല. എനിക്ക് തന്നില്ല, അങ്ങേക്ക് എനിക്ക് തന്നില്ല. അല്ല, അങ്ങേക്കേ തന്നുള്ളൂ, എനിക്ക് തന്നില്ല. എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് പരിശോധിച്ചിട്ട് മറുപടി പറയാം. എനിക്ക് തന്നില്ല. അങ്ങനല്ലോ തരണ്ടേ, അങ്ങനല്ലോ. ഇപ്പം അങ്ങ് ഏത് സ്ഥാപനമാണ്? ദേശാഭിമാനി തരുന്ന രേഖയൊക്കെ വിശ്വസിച്ചിട്ട് മറുപടി പറയുക എന്നുള്ളത് എന്റെ പൊന്നിയേട്ടാ കുഴപ്പിക്കല്ലേ.